അപ്പനും മോനും വേറൊരു വർക്കൗട്ട്, ഇന്ന് എനിക്ക് വേറൊരു വർക്കൗട്ട്, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മിക്സഡായിട്ടുള്ള വർക്കൗട്ടാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിന്ന് ഫ്രീ ആയിരിക്കും, താഴെ ഇന്ന് എനിക്ക് വർക്കൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് കേട്ടോ. മേലെയാണെങ്കിൽ എന്നെ അത്രയും കൊല്ലാക്കല ചെയ്തിട്ടുണ്ടായിരുന്നേ. മേലെ ചെയ്ത വർക്കുകൾ നല്ല രീതിയിൽ എടുത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രീ ആയിട്ടിരിക്കാന്ന്. ഞാൻ അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ വട്ടം ചുറ്റി കറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ആ സമയത്ത് വന്ന് എന്നെ ഒരു പിടുത്തം പിടിച്ചു മക്കളെ. തല കറങ്ങിയിട്ട് ഞാൻ കുത്തിരിക്കുന്നതാണ് നിങ്ങൾ ആ ആദ്യം കണ്ടത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ തിരിഞ്ഞില്ല കേട്ടോ. ഇന്ന് ഞാൻ സ്കോട്ടൊക്കെ നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അറിയത്തില്ല, ഇന്ന് എനിക്ക് ചെയ്യാനേ ലെഗിന്റെ വർക്ക് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ലേ. ഇതൊന്നും ഞാൻ ചെയ്യാൻ പോയില്ല കേട്ടോ. എനിക്ക് ബാലൻസിന്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് തല ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ ഒന്ന് മാറി നിന്നേ. ഇവർ രണ്ടുപേരും നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് എന്നെ അങ്ങോട്ട് പിടിച്ചു മക്കളെ നമ്മുടെ ട്രെയിനർ. നല്ല രീതിയിൽ ഇതൊക്കെ അങ്ങ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോ ലെഗിന്റെ കാര്യം പറഞ്ഞത്, ലെഗ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല എന്റെ കണ്ണിൽ ഇരുട്ടൊക്കെ കേറി. എനിക്ക് എന്താ കരയണോ ഓടണോന്നൊക്കെ ആയിട്ടോ. ഞാൻ അവരുടെ കൈയും കാലും പിടിച്ചിട്ട് എന്നെ ആരും വിട്ടില്ലേ. ഒരുപാട് ഒച്ചയിൽ എന്നെ രക്ഷിക്കണേ, ഓടി വരണേ, നാട്ടുകാരെ എന്നൊക്കെ ഞാൻ കൂകി കാറി വിളിച്ചു കേട്ടോ. ആ സമയത്താണ് ഇവർക്ക് എനിക്ക് എന്തോ ഒരു പണി വാളിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും അസംബ്ലിക്കൊക്കെ നിൽക്കുന്ന സമയത്ത് കണ്ണിൽ കൂടെ ഒരു ഇരുട്ട് വരാറില്ലേ, അതേപോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ലാസ്റ്റ് ഇവരെന്നെ രക്ഷിച്ചെടുത്തേ.